نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار اتقوا الله عباد الله أوصيكم وإياي أولا بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء اتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما പ്രിയങ്കരായ സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ പരമകാരുണ്യകനായ പ്രതിഫല ദിവസത്തിന്റെ ഉടമസ്ഥനായ രാജാതിരാജനായ പടച്ചതമ്പുരാന്റെ കൽപ്പനകളെയും നിർദ്ദേശങ്ങളെയും സമ്പൂർണമായി പരിഗണിക്കുകയും പാലിക്കുകയും തദനുസൃതമായ ജീവിതത്തെ ജീവിക്കുന്ന നാട്ടിലും ചുറ്റുപാടുകളിലും മറ്റുള്ളവർക്ക് മാതൃകയായി ജീവിക്കണമേ എന്ന് ആദ്യമായി എന്നോടും തുടർന്ന് നിങ്ങളിൽ ഓരോരുത്തരും അതർഹിക്കുന്ന ഗൗരവത്തിൽ ശക്തമായ ഭാഷയിൽ വസിയത്ത് ചെയ്യുന്നു, ഉപദേശിക്കുന്നു. നമ്മൊന്ന് ആലോചിച്ച് നോക്കേണ്ട വളരെ പ്രാധാന്യമറിയിക്കുന്ന ഒരു വിഷയത്തിലേക്കാണ് സാന്ദർഭികമായി നമ്മുടെ എല്ലാവരുടെയും ശ്രദ്ധ ക്ഷണിക്കാൻ ഇതിനില്ല വിചാരിക്കുന്നു. നമ്മളെല്ലാവരും ജീവിതത്തിൽ പല കാര്യങ്ങളിലും നല്ല സൂക്ഷ്മത പുലർത്തുന്നവരാണ്. എന്നാൽ അതെത്ര കണ്ട് പരലോകവുമായി ബന്ധപ്പെട്ട സൂക്ഷ്മതയാണ് എന്ന് വേറെ വിലയിരുത്തേണ്ടതുണ്ട്. നമ്മുടെ കുട്ടികൾ വളർന്ന് 3 വയസ്സ് 4 വയസ്സൊക്കെ ആവുമ്പോൾ നമ്മൾ ആലോചിക്കും, എൻ്റെ മോനെ എൻ്റെ മോളെ ഏത് നല്ല പ്രത്യേകിച്ച് അല്പ ഈമാനും ഇഖ്ലാസും ഒക്കെ ഉള്ള ആളുകൾ ദീനിയായി എൻ്റെ കുട്ടിക്ക് എന്ത് കിട്ടുന്ന നല്ലൊരു സ്ഥാപനമുണ്ട് സ്കൂളായിട്ട്, മദ്രസയും കൂടെ കിട്ടുന്ന അല്ലെങ്കിൽ നല്ലൊരു ചിട്ടയൊക്കെ ഉള്ള സ്ഥാപനം ഏതാണ് നമ്മൾ അന്വേഷിക്കാറ്. അപ്പൊ അതിൽ ഏറ്റവും നല്ല തൊട്ടടുത്ത് അത്യാവശ്യം സൗകര്യമുള്ള വാഹന സൗകര്യങ്ങളൊക്കെ ഉള്ള നല്ലൊരു സ്ഥാപനം തിരഞ്ഞെടുക്കുക എന്നുള്ളത് നമ്മുടെയൊക്കെ ഒരു പ്രവർത്തനത്തിന്റെ ഭാഗമായി ഉണ്ടാകുന്ന ഒരു കാര്യം. ഒരു ടെക്സ്റ്റൈൽസ് ചെന്നാൽ നല്ലൊരു ഡ്രസ്സ് സെലക്ട് ചെയ്യുക എന്നുള്ളത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആഗ്രഹമുള്ള കാര്യങ്ങളിലൊന്നും. നല്ല ഭംഗിയുള്ള ഒരു ഡ്രസ്സ് അവർ കണ്ട അയ്യേ എന്ന് പറയാത്ത ഒരു ഡ്രസ്സ് ആവണം എന്നതാണ് നമ്മുടെ കാഴ്ചപ്പാട്. നല്ലൊരു വീട്, ചെറുതാണെങ്കിലും വൃത്തിയില്ല മനോഹരമായ കെട്ടിലും മട്ടിലും ഒക്കെ നന്നായിട്ടുള്ള ഒരു വീട് ഒക്കെ മനുഷ്യന്റെ സങ്കല്പമാണ്. അതെല്ലാം മനുഷ്യർ അങ്ങനെ തന്നെ വിചാരിക്കുന്നുണ്ട്. മനുഷ്യർ
എത്രയോ ദൂരം ഹോട്ടലിൽ പോയി എത്രയോ മണിക്കൂർ കാത്തിരുന്ന് ഭക്ഷണം കഴിക്കുന്ന പുതിയ തലമുറ. നമ്മൾ ആലോചിച്ച് നോക്കൂ. വളരെ ദൂരം പോയി, വളരെ ദൂരെ ചെന്ന് നല്ലൊരു ഭക്ഷണം ആസ്വദിച്ച് AC റൂമിലൊക്കെ ഇരുന്ന് വർത്തമാനമൊക്കെ പറഞ്ഞ് അങ്ങനെ സാവകാശം ഭക്ഷണമൊക്കെ കിട്ടി ഇങ്ങനെയൊക്കെ കഴിച്ച് എല്ലാം മനുഷ്യർ ആഗ്രഹിക്കുന്നുണ്ട് അല്ലേ? നല്ലൊരു വാഹനം ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് ആളുകൾ. പിന്നെ നല്ലൊരു ജോലി ഉണ്ടാകണം എന്നും മനുഷ്യർ വിചാരിക്കുന്നുണ്ട്. അത്യാവശ്യം ആകർഷണത്വമുള്ള നല്ലൊരു ശമ്പളമൊക്കെ കിട്ടി നല്ലൊരു ജോലിയിലെത്തണം എന്നും എല്ലാവരും വിചാരിക്കുകയും അതൊക്കെ എല്ലാവരുടെയും ജീവിതത്തിന്റെ ഭാഗമാണ്. എന്നാൽ വിശ്വാസികൾക്ക് പോലും ഗൗരവമായി അറിയാത്ത അല്ലെങ്കിൽ ചിന്തിക്കാത്ത ഒരു രംഗമാണ് ആരാണ് തന്റെ കൂട്ടുകാരൻ, ആരായിരിക്കണം തന്റെ കൂട്ടുകാരൻ എന്ന്. ഈ വിഷയം ഞാൻ പല സന്ദർഭങ്ങളിലും വിവിധ രൂപങ്ങളിൽ സൂചിപ്പിച്ചതാണ്. ഒന്നുകൂടി ക്രോഡീകരിച്ചുകൊണ്ടാണ് ഇപ്പോൾ പറയുന്നത്. നമ്മൾ ആലോചിച്ച് നോക്കൂ, നല്ലൊരു കൂട്ടുകാരൻ എന്ന സങ്കല്പം, നല്ലൊരു കൂട്ടുകാരി എന്ന സങ്കല്പം എത്ര ശക്തമാണ് നമുക്ക്. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ സുഹൃത്ത് നമ്മെ നരകത്തിലേക്കും എത്തിക്കും, നമ്മുടെ സുഹൃത്ത് നമ്മെ സ്വർഗകവാടങ്ങൾ കടന്നു പോകാനും നമുക്ക് കാരണമായി. ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ നമ്മെ നരകത്തിലേക്ക് നയിക്കുന്നതിൽ നല്ലൊരു പങ്ക് വഹിക്കുന്നത് കൂട്ടുകാരനായിരിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വെറുതെ പറയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വാചകം പറഞ്ഞാൽ ആകാശങ്ങൾക്കപ്പുറത്ത് നിന്നുള്ളൊരു വാചകമാണ്. 7 ആകാശവും കടന്ന് നമുക്കാർക്കും സങ്കല്പിക്കാനാവാത്ത ഒരു ലോകത്തു നിന്നുള്ള വർത്തമാനമാണ്. വഹിയാണ് എന്നാണ് അല്ലേ? സൂറത്തുൽ നുജ്മിന്റെ 3-4 അങ്ങനെ തന്നെ പറഞ്ഞു. അല്ലാഹുവിന്റെ റസൂൽ ദീനായി നിങ്ങളെ പഠിപ്പിക്കുന്ന ഒരു വാചകവും അദ്ദേഹത്തിൻ്റെതല്ല, എല്ലാം അല്ലാഹുവിൽ നിന്നുള്ള വഹിയാണ്. എല്ലാവരും അംഗീകരിച്ച കാര്യമാണ്, നമ്മളൊക്കെ അംഗീകരിച്ച കാര്യമാണ്. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നത് ഒരു കൂട്ടുകാരന്റെ മതത്തിലായിരിക്കും നീ, ചങ്ങാതിയുടെ മതത്തിലായിരിക്കും നീ എന്ന് പറയുന്നുണ്ട്. ഞാൻ ആധുനിക ലോകത്ത് ഏറ്റവും ശക്തമായി ഭയപ്പെടുന്ന ചില കാര്യങ്ങളിലേക്കാണ് നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുന്നത്. നമ്മുടെ രാജ്യം ധാരാളം മത സമൂഹങ്ങളും ജനവിഭാഗങ്ങളും ഒക്കെയുള്ള നമ്മുടെ രാജ്യം, വ്യത്യസ്തരായ ആളുകൾ. നമ്മൾ ആരെയാണ് ആത്മമിത്രമായി, നമുക്ക് എല്ലാവരോടും നല്ല പെരുമാറ്റ മര്യാദയിൽ ഇസ്ലാം പഠിപ്പിച്ചത്. ഇവിടുത്തെ ഏത് ജാതി മത സമൂഹങ്ങളിൽപ്പെട്ടവരോടും ഒരു മുസ്ലിം എന്ന നിലയിൽ പുഞ്ചിരിയും ഹസ്തദാനവും, ഇനി ഒരു പരിധിവരെ അവരെ ആത്മസുഹൃത്ത് അല്ലെങ്കിൽ പോലും നമ്മൾ മനുഷ്യരെന്ന നിലയിൽ എല്ലാ പരിഗണനയുടെയും ബൗണ്ടറിയിൽ നിന്നുകൊണ്ട് തന്നെയാണ് അവരോടെല്ലാമുള്ള നമ്മുടെ പെരുമാറ്റം. അങ്ങനെ ആവണം, അതാണ് ഇസ്ലാം നമ്മളോട് ആവശ്യപ്പെടുന്നത്. പക്ഷേ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം സദാ ചങ്ങാതിയായി, ഈ ചങ്ങാതി എന്ന് പറയുമ്പോൾ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താന്ന് പറഞ്ഞാൽ, ഏറ്റവും കൂടുതൽ മനുഷ്യൻ സമയം ചെലവഴിക്കുന്നത് ഫോണിലാണെങ്കിലും ശരീരം കൊണ്ടാണെങ്കിലും കൂട്ടുകാരുടെ കൂടെയാണ്, പൂർവ്വകാരുടെ കൂടെയാണ്. ഭാര്യനോളം വീട്ടിൽ കൊണ്ടാക്കി തന്നോടുണ്ടെങ്കിൽ പല ദരിദ്രതകളും നടക്കുക. പക്ഷെ ചങ്ങാതി ഇതിനെല്ലാം പറ്റിയവനായ പാകത്തിലാണ് നമ്മളൊക്കെ കാണുന്നത്. എങ്ങനെയില്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഭാര്യയോട് പറയാത്ത സ്വകാര്യം, 10 മാസം നൊന്ത് പ്രസവിച്ച ഉമ്മയോട് പറയാത്ത കാര്യം, ഉപ്പയോട് പങ്കുവെക്കാത്ത കാര്യം, ഇക്കാക്കാനോട് പങ്കുവെക്കാത്ത കാര്യം, നല്ല ചങ്ങാതിമാരെ പോലെ തമാശ പറഞ്ഞു എല്ലാ അർത്ഥത്തിലും ഒരിക്കലും പെടുങ്ങാത്ത അനുജനോട് പറയാത്തത്, മൂത്താപ്പാനോടും എളാപ്പാനോടും അമ്മായിയോടും അമ്മായിയുടെയും എളാപ്പയുടെയും ഇളയമയുടെയും മക്കളോട് പറയാത്തത് ചങ്ങാതിയോട് പറയില്ലേ? പറയും. അത്ര വലിയ ബന്ധം മനുഷ്യർ പുലർത്തുന്നതാണ് ചങ്ങാതി എന്ന് പറയുന്ന സങ്കല്പം. അതാരായിരിക്കണം? ഞാൻ ഇവിടെ ഇരിക്കുന്ന ചെറിയ കുട്ടികൾ മുതൽ പെൺകുട്ടികൾ മുതൽ വലിയവർ വരെ നമ്മുടെ ഏറ്റവും പ്രധാനമായ സുഹൃത്ത് ആരായിരിക്കണം എന്നത് ഗൗരവമായ ചിന്തക്ക് വന്നിട്ടില്ല എങ്കിൽ അപകടകരമായ മറ്റൊരു ലോകത്തേക്കുള്ള യാത്രയുടെ തുടക്കമാകുന്നത് ഉറപ്പാണ്. ജാഗ്രത പുലർത്തിയില്ലെങ്കിൽ അപകടകരമായ ഒരു അവസ്ഥാവിശേഷത്തിലെ ഇങ്ങനെയൊരു രംഗം മദീനത്തുണ്ടായി. മക്ക കാലഘട്ടത്തിലെ ത്യാഗപൂർണമായ ജീവിതത്തിന്റെ സിദ്ധാനുഭവങ്ങൾ, കൈപ്പേറിയ അനുഭവങ്ങൾ കുതിച്ച് അതിന്റെ എല്ലാ അവസ്ഥകളും മനസ്സിലാക്കി മദീനയിലേക്കുള്ള പ്രവാചക തിരുമേനിയുടെയും അനുയായികളുടെയും ആ യാത്ര, ആ ഹിജ്റ. മദീനയിൽ വന്നു,
ഇസ്ലാമികമായ ഉന്നമനമുണ്ടായി, രാജ്യമുണ്ടായി, ഭരണകൂടമുണ്ടായി, അതുപോലെ ആളുകളുമായുള്ള കരാറുകളുണ്ടായി, ഇതൊക്കെ ഉണ്ടായി. അവിടെ ജൂതന്മാരുണ്ട്, ഇവിടെ ക്രിസ്ത്യാനികളുണ്ട്, അങ്ങനെ പല വിഭാഗം ആളുകളും അവിടെയുണ്ട്. ഒറ്റപ്പെട്ട പല ചിന്താധാരകളിലുള്ളവരും മദീനയിലുണ്ട്. അതായിരുന്നുവല്ലോ മദീന വിവിധ സംസ്കാരങ്ങളുടെ കേന്ദ്രമായിരുന്നു മദീന. ബനൂ കൈനുക്കാവ് ഗോത്രവും ബനൂ നദീറ ഗോത്രവും ബനൂ നദർ ഗോത്രവും ഒക്കെ ഉണ്ടായിരുന്ന അതൊക്കെ ജൂതഗോത്രങ്ങളായി, ക്രിസ്ത്യാനി ഗോത്രങ്ങളായി പലതുമായി ആ നാട്ടിലുണ്ടായിരുന്നുവല്ലോ. സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, വിശ്വാസികളെ, അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുചരന്മാർ, സ്വഹാബികൾ, അവര് ജൂതന്മാരോടും ക്രിസ്ത്യാനികളോടും ഏറ്റവും മൈത്രീ ബന്ധം പുലർത്തി അവരുടെ കൂടെ ഇരുന്നു. എല്ലാ കാര്യങ്ങളും അവരോട് പറഞ്ഞു. നന്നായി അവരെ സ്നേഹിച്ചു. അവരുടെ ഉള്ളിൽ കലയൊന്നും ഉണ്ടായിരുന്നില്ല. ആരുടെ ഉള്ളിൽ? ഈ മുസ്ലിം ചെറുപ്പക്കാർ ക്രിസ്ത്യാനി ചെറുപ്പക്കാരുടെ കൂടെ, ജൂത ചെറുപ്പക്കാരുടെ കൂടെ ഇരുന്നപ്പോ മുസ്ലിം ചെറുപ്പക്കാരുടെ മനസ്സിൽ കലയൊന്നും ഉണ്ടായിരുന്നില്ല. ആത്മാർത്ഥമായിട്ടാണ് അവരെ സ്നേഹിച്ചതും അവരോടൊപ്പം നിന്നതും അവരെ ആത്മമിത്രങ്ങളാക്കിയതും എല്ലാം അവരുമായി ഒരു പങ്കുവെച്ചത്. സംശയമൊന്നുമില്ലായിരിക്കും. അങ്ങനെ അവർ ജീവിക്കുന്നതിനിടയിൽ അള്ളാഹു അവരോട് ചില കാര്യങ്ങൾ പറയുകയാണ്. അള്ളാഹു ആണ് പറയുന്നത്. ഈ നമ്മൾ സാധാരണ ഖുർആൻ പറയുന്നു, ഇത് പറയുമ്പോ ശരിക്കെന്താ സംഭവം? അള്ളയാണ് സംസാരിക്കുന്നത്, അല്ലേ? ആരോടാ സംസാരിക്കുന്നത്? അള്ളാഹുവിന്റെ അടിമകളോടാണ്. 7 ആകാശ ഭൂമികളുടെ നാഥനാണ് സംസാരിക്കുന്നത്, അല്ലേ? ഞാൻ ഇന്നലെയും മലയാളം പത്രങ്ങൾ ഇങ്ങനെ ശ്രദ്ധിച്ചപ്പോ കേരളത്തിലെ പല സ്ഥലങ്ങളിലും നമ്മുടെ മരിച്ചുപോയ രാഷ്ട്രപതി വന്നപ്പോ അദ്ദേഹം ബന്ധപ്പെട്ടതും അദ്ദേഹം കത്തയച്ചതും അദ്ദേഹം പരിഗണിച്ചതുമായ ചെറിയ ചെറിയ സ്കൂൾ വിദ്യാർത്ഥികളുടെ ഒരുപാട് സംഭവങ്ങൾ കണ്ടു. രാഷ്ട്രപതി എനിക്ക് അയച്ച കത്ത്, അതാണ് അവന്റെ പ്രചോദനം, അവന്റെ ആനന്ദം. അള്ളാഹ് അയച്ച കത്താത് മാനവ സമൂഹത്തിന് പടത്തോല സംസാരിച്ച് അള്ളാന്റെ ഖുർആൻ എടുത്ത് പറയുന്നു എന്ന് പറഞ്ഞ അതിന്റെ അർത്ഥം എന്താ? അള്ളാന്റെ സംസാരമാണ്. ആ കലാമാണ് നമ്മൾ കേൾക്കുന്നത്. കലാമുകളിൽ വെച്ച് ഏറ്റവും ഉത്തമമായ ആലോചിച്ച് അള്ളാഹുവിന്റെ ഈ കലാം, ആ ഖുർആൻ നമ്മളോട് സംസാരിക്കുക. ഇങ്ങനെ മദീനയിൽ ഒന്നുകൂടെ എന്തെന്ന് മനസ്സിൽ സങ്കല്പിച്ച് ജൂതന്മാരും ക്രിസ്ത്യാനികളുമായ ആളുകളുമായി, ചെറുപ്പക്കാരുമായി മുസ്ലിങ്ങളുടെ യുവാക്കൾ നല്ല മൈത്രി ബന്ധത്തിൽ അവരോടൊപ്പം സമയം ചെലവഴിക്കുക, അവരോടൊപ്പം ഇരിക്കുക, അവരുടെ കൂടെ സംഗതി ചെലവഴിക്കുക, അങ്ങനെയൊക്കെ ജീവിച്ച കൂട്ടുകാരോട്, സൗഹൃദത്തിൽ കഴിഞ്ഞവരോട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ പഠിപ്പിച്ചുകൊണ്ടൊരു കാര്യം പറഞ്ഞു. എന്താ കാര്യം പറഞ്ഞത്? നമ്മളെല്ലാവരും ആലോചിക്കണം, നമ്മൾ ആരെ ആത്മമിത്രമാക്കണം? മുസ്ലിങ്ങളിൽ പോലും നമുക്ക് ആത്മമിത്രങ്ങൾ ആരെയിരിക്കണം? അത് രസകരമാണ്. സൂറത്ത് മാഇദയിൽ വിവാദമായി നമ്മൾ ശിർക്കിന്റെ പ്രചരണത്തിന് വേണ്ടി ഏത് മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിലാകും ആ പുരോഹിതന്മാരുടെ വിവരണം എന്നത് ഗൗരവമാണ്. മേലെ എന്താ പറഞ്ഞത്? ശ്രദ്ധിക്കുന്നില്ല. ഇതെന്തിനാ പറഞ്ഞത്? അതും ശ്രദ്ധിക്കുന്നില്ല, അല്ലേ? ഷിയാ സൈറ്റിൽ കയറിയാൽ 40 തെളിവുകളിൽ ഒരു തെളിവ് ഈ ഖുർആനിക വചനമാണ്. അവിടെയാണ് നമ്മൾ ചില കാര്യങ്ങൾ സൂറത്ത് മാഇദയിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്താ? അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യവിശ്വാസികളെ വിളിച്ചിട്ട് പറയുന്നത്, സത്യവിശ്വാസികളെ എന്ന് വിളിക്കുന്നത് ആരാണ്? പടച്ച തമ്പുരാനാണ്, ലോകത്തിന്റെ നാഥനാണ്, ആകാശഭൂമികളുടെ തമ്പുരാനാണ്, രാജാതിരാജനാണ്. ആ മാലിക്കുൽ മുലൂക്കായ തമ്പുരാനാണ് വിളിക്കുന്നത്. യാ അയ്യുഹല്ലദീന ആമനൂ, അല്ലയോ സത്യവിശ്വാസികളെ എന്ന് വിളിക്കുന്നത് ആരാ? പ്രവാചകനല്ല, അള്ളയെ വിളിക്കുന്നത്. സത്യവിശ്വാസികളെ പടച്ചോനാണ് പറയുന്നത്. പടച്ചോനെ നമ്മൾ കണ്ടിട്ടില്ല, അല്ലേ? അള്ളാഹുവിനെ നമ്മൾ കാണുന്നില്ലെങ്കിലും അള്ളാഹ് നമ്മളെ കാണുന്നു എന്ന ബോധത്തോടെ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുക, അതല്ലേ ഇഹ്സാൻ? എങ്കിൽ ആ അള്ളാഹ് നമ്മളോട് പറയാണ്, യാ അയ്യുഹല്ലദീന ആമനൂ ലാ തത്തഖിദുൽ യഹൂദ വന്നസാറ ഔലിയാഅ ബഅദുഹും ഔലിയാഅ ബഅദ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, സത്യവിശ്വാസികളെ, നിങ്ങൾ ജൂത ക്രിസ്ത്യാനികളെ ഉറ്റമിത്രങ്ങളാക്കരുത്, ആത്മമിത്രങ്ങളാക്കരുത്. ഇന്റിമേറ്റ് ഫ്രണ്ട്സ് അവരുടെ കൂട്ടത്തിൽ നിങ്ങൾക്കുണ്ടാകാൻ പാടില്ല. നിങ്ങളുടെ ഏറ്റവും വലിയ ഹൃദയ സൂക്ഷിപ്പുകാർ, ആത്മമിത്രങ്ങൾ ജൂത ക്രിസ്ത്യാനികളിൽ നിന്ന് നിങ്ങൾക്കുണ്ടാകാൻ പാടില്ല. നമ്മൾ പറയാൻ, യാ അയ്യുഹല്ലദീന ആമനൂ ലാ തത്തഖിദുൽ യഹൂദ വന്നസാറ ഔലിയാഅ ബഅദുഹും ഔലിയാഅ ബഅദ്. സത്യവിശ്വാസികളെ, നിങ്ങൾക്കൊരിക്കലും അള്ളാഹ് പറയാൻ മദീനയിലെ കാലഘട്ടത്തിൽ പറയാൻ,
ഈ സംഭവം ഉണ്ടായപ്പോൾ ചില സഹാബിമാർ റസൂലുള്ളാഹിയോട് ചോദിച്ചു, നബിയേ, ഞങ്ങൾക്ക് ഇന്ന ആളുകൾ നല്ല സുഹൃത്തുക്കളാണല്ലോ, അത് വിലക്കിക്കൊണ്ടാണല്ലോ അല്ലാഹു സംസാരിക്കുന്നത്. അതെ, അത് വിലക്കിക്കൊണ്ടാണ് അവരുമായി. അതിന് സ്വഹാബത്ത് പറയുന്നത്, അതിനുശേഷം ഞങ്ങൾ അവരുമായി ആ മൈത്രി ബന്ധം ഞങ്ങൾ അവസാനിപ്പിച്ചു എന്ന് സഹാബികൾ പറയുന്നു. സ്വാഭാവികമായും അവരുമായി നിങ്ങൾ മൈത്രി ബന്ധം പുലർത്തുമ്പോൾ നിങ്ങൾ അറിയേണ്ട ഒരു പ്രധാന പോയിന്റ് ഉണ്ട്. എന്തുകൊണ്ടാണ് നിങ്ങൾക്കത് വിലക്കുന്നത്? നിങ്ങൾ അവരെ ആത്മമിത്രങ്ങളായി തന്നെയാണ് കാണുന്നത്. നിങ്ങൾ അവരെ ചതിക്കുക, വഞ്ചിക്കുക, അവരുടെ മതത്തിനെതിരാകുക, അല്ലെങ്കിൽ അവർക്കെതിരെ നിഗൂഢമായ നീക്കങ്ങൾ നിങ്ങൾ അതൊന്നും നിൽക്കില്ല. പക്ഷെ നിങ്ങൾ ഒരു കാര്യം അറിയണം, നിങ്ങൾ മൈത്രി ബന്ധം പുലർത്തുന്നവർ അങ്ങനെയല്ല. ജൂതനും ക്രിസ്ത്യാനിയും പരസ്പരം മിത്രങ്ങളും നിങ്ങൾക്ക് അവർ ശത്രുക്കളുമാണ്. നിങ്ങളതറിയുന്നില്ല. അവരുടെ മനസ്സ് നിങ്ങൾ അറിയുന്നില്ല, അവരുടെ ചിന്തകൾ നിങ്ങൾ അറിയുന്നില്ല, അവരുടെ സ്വഭാവം നിങ്ങൾ അറിയുന്നില്ല. എല്ലാം നിങ്ങൾക്കെതിരാണ്. നിങ്ങളതല്ല. അത് ഖുർആൻ സൂറത്ത് ആൽ ഇംറാനിലെ മുസ്ലിങ്ങളുടെ കാര്യം അത്ഭുതമാണ്. നിങ്ങളെപ്പോലെയല്ല അവർ. നിങ്ങളുടെ മനസ്സിൽ ഒന്നുമില്ല, പക്ഷെ അവരുടെ മനസ്സതല്ല. നിങ്ങൾ അതുകൊണ്ട് ഗൗരവമായി കാണണം. അവരെ നിങ്ങൾ ആരെങ്കിലും ഇതൊക്കെ പഠിപ്പിച്ചിട്ടും നിങ്ങൾ അവരെ മൈത്രി ബന്ധത്തിൽ ഏർപ്പെടുകയും നിങ്ങൾ അതുപോലെ അവരെ ക്ലോസ്ഫ്രണ്ടായിട്ട് കാണുകയും ചെയ്യുന്നുവെങ്കിൽ സത്യം നല്ല പറയാണ്, നിങ്ങൾ അവരിൽപ്പെട്ടവനാണ്. നിങ്ങളെ മുസ്ലിങ്ങളെ പരിഗണിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. ഇതെല്ലാം നിങ്ങൾ അറിഞ്ഞിട്ടും നിങ്ങളുടെ ഏറ്റവും വലിയ ആത്മമിത്രങ്ങൾ കാഫറുകളും മുശ്രിക്കുകളും ജൂതന്മാരും ക്രിസ്ത്യാനികളുമാണെങ്കിൽ അറിയുക, നിങ്ങൾ അവരിൽപ്പെട്ടവർ തന്നെ. ഇത് നിങ്ങൾ അവരിൽപ്പെട്ടവരാണ്. അത് അല്ലാഹു വളരെ ഗൗരവമായി നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ് ഈ വചനത്തിൽ. അപ്പൊ സ്വാഭാവികമായും ഈ ഒരു അവസ്ഥാവിശേഷം ഉണ്ടായി. ഈ അവസ്ഥാവിശേഷം ഉണ്ടായി സഹാബത്ത് കാര്യത്തിൽ തിരുത്തി അവരുടെ കാര്യം മനസ്സിലാക്കി അവർ തിരിച്ചു പോകും. എന്തായിരിക്കും ആധുനിക ഇന്ത്യയിലെ നമ്മുടെ അവസ്ഥ? ആധുനിക ഇന്ത്യയിൽ നമ്മുടെ ഏറ്റവും വലിയ സുഹൃത്തുക്കളാരാണ്? ഇത് വളരെ പ്രധാനമാണ്. എല്ലാ അർത്ഥത്തിലും വളരെ പ്രധാനമാണ്. ആധുനിക ലോകം നമ്മളോട് വിളിച്ചു പറയുന്നുണ്ട്, ഒരു അവിശുദ്ധ കൂട്ടുകെട്ടിന്റെ മഹാദുർഗന്ധമുണ്ട് ഇന്ത്യ രാജ്യത്തിന്റെ മണ്ണിൽ ഉണ്ട്. ഭീരിതമായ ഒരു അവിശുദ്ധ കൂട്ടുകെട്ടിന്റെ ചാലുകൾ കയറിയ ഒരു അവിശുദ്ധ കൂട്ടുകെട്ടിന്റെ ദുർഗന്ധങ്ങൾ പുറത്തേക്ക് വരുന്നുണ്ട്. അതിന്റെ എല്ലാ ഭാവങ്ങളോടെയും നമ്മൾ മനസ്സിലാക്കുന്നു. അല്ലാഹു പറഞ്ഞിടത്ത് നിന്നാൽ പഠിച്ചോണ്ട് സഹായം. അല്ല പറഞ്ഞേ രക്ഷിച്ചാലോ? അതുണ്ടാവില്ല. ഭക്ഷണ തൈകയിലേക്ക് കഴുകന്മാർ വരുന്ന പോലെ ശത്രു സൈന്യം നിങ്ങളുടെ നേരെ വരും എന്നൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. സ്വാഭാവികമായും ഇങ്ങനെയൊരു സംഗതി ഉണ്ടായപ്പോ സഹാബത്തിന്റെ മനസ്സിൽ പിന്നൊരു ചോദ്യം ഉണ്ടായി, ശരി, ഞങ്ങൾ ആരെയാണ് മിത്രങ്ങളായി സ്വീകരിക്കേണ്ടത്? നമുക്കുണ്ടാവാം. നമ്മൾ ആരെയാണ് ചെറുപ്പ പറയണം? മോനെ, എന്നെ ഞാൻ വളരെ പ്രതീക്ഷയോടുകൂടിയാണ് ഇന്ന കോളേജിൽ കൊണ്ടുവന്ന് ചേർത്തത്. മോനെ, നിന്റെ കൂട്ടുകെട്ടത്ര ശരിയല്ല എന്ന് ഇപ്പൊ മനസ്സിലാക്കുന്ന മോനെ. ഇപ്പൊ നിന്റെ പ്രായത്തിന് നിനക്കൊരു പക്ഷെ ഇപ്പൊ പറയുന്നത് മനസ്സിലായിക്കൊള്ളുന്നില്ല മോനെ. നീ അവരെയും ഇവരെയും സുഹൃത്തുക്കളാക്കി മനസ്സിലായിരുന്നു. ആ കുട്ടിയും ഈ കുട്ടിയും മയക്കുമരുന്നിനടിമകളാണ്, മദ്യത്തിനടിമകളാണ്, തോന്നിയാസത്തിനടിമകളാണ്. മോൻ അവരെ കൂട്ടുകൂടിയാൽ എന്റെ കുട്ടിക്കേട് വന്നു പോകും. ആരോടൊപ്പമാണോ നീ ചേരുന്നത് അവർ സ്വാധീനിക്കുക എന്നത് മോനെ സ്വാഭാവികമായി ലോകത്ത് നടക്കുന്നതാണ്. അതുകൊണ്ട് എന്റെ കുട്ടി അവരെ മൈത്രി സ്വീകരിക്കരുത്. അപ്പൊ സ്വാഭാവികമായി കുട്ടി വാപ്പാനോട് ചോദിക്കണം, ശരി ഞാൻ ആരെയാണ് പിന്നെ മൈത്രി ബന്ധം പുലർത്തേണ്ടത്? ആരോടാപ്പ എന്ന് പറയുമ്പോൾ ഉപ്പ പറയും, മോനെ, നിസ്കാരവും നോമ്പും ജക്കാത്തും പടച്ചോനെ പേടിയും ഒക്കെ ഉള്ള ഇന്നാളുടെ, അബ്ദുറഹ്മാന്റെ, അബ്ദുള്ളയുടെ, ജുബൈറിന്റെ, ആബറാജിയുടെ എന്ന മോനില്ലേ മോനെ, അവരെയാണ് എന്ന് പറയാം. ആ ശൈലിയിൽ പടച്ചതമ്പുരാൻ പറഞ്ഞു തരിക നമുക്ക്. അപ്പൊ വിശ്വാസികളായ ആളുകളുടെ മനസ്സിൽ പിന്നെ ഞങ്ങൾക്ക് ആരോട് ആ സൗഹൃദം, ഞങ്ങൾ ആരെയാ കൂട്ടുകാരായി സ്വീകരിക്കേണ്ടത്? ഇത് പറയുമ്പോൾ നമ്മളുടെ സഹോദരിമാരും സഹോദരന്മാരാലോചിച്ചിട്ട് നമുക്ക് ഏറ്റവും ഇഷ്ടമാരോടാണ്, നമ്മളെ ഏറ്റവും മൈത്രി പുലർത്തുന്ന ആരോടാണ്? നമ്മൾ ആരെയാണ് നമ്മുടെ സുഹൃത്തായി? ജീവിതത്തിൽ നമ്മുടെ ന്യൂനതകളായി ശരിക്കും വിലയിരുത്തി സ്നേഹത്തോടെ അത് തിരിച്ചുതരുന്ന ഒരു നല്ല കൂട്ടുകാരനുണ്ടോ? നമ്മുടെ അപാകതകളെ വളരെ സ്നേഹത്തോടെ തിരിച്ചു തരുന്ന, ഒരിക്കലും നമ്മുടെ അബദ്ധം തിരിച്ചടിക്കാത്ത കൂട്ടുകാരനായി വീട്ടിൽ വരുമ്പോ നമ്മൾ നല്ല നിലപ്പോലെ മുസ്ലിം ചെറുപ്പക്കാരും വളരെ ഗൗരവമായി കാണാൻ നല്ല സുഹൃത്തായിട്ട് നമ്മൾ കൊണ്ടുവരിക. അവസാനം നമ്മളെ ഭാര്യനെ അടിച്ചവനാണ് പോകും. എത്ര സംഭവങ്ങൾ ഈ ഭൂമുഖത്തുണ്ടായിട്ടുണ്ട്. നല്ല സുഹൃത്താണ് വിട്ടുകൊണ്ടിരും, എല്ലായിടത്തിലും ഇടവകയും സമയം കൊടുക്കും, അവന് കിച്ചണിലും കയറാം, ബെഡ്റൂമിലും കയറാം, ഭാര്യന്റെ കൂടെ അപ്പുറത്തെ കസേരയിൽ ഇരിക്കാം. അങ്ങനെയൊക്കെയുള്ളൊരു സൗഹൃദം ലോകത്തുണ്ട്, നാട്ടിലുണ്ട്, ഈ ലോകത്തുണ്ട്. അവിടെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്,
ശരിക്കും നിങ്ങളെ കൂട്ടുകാരാരാണ്? ആരാണ് നിങ്ങളെ ആത്മമിത്രം? ആരാവണം അത്? ഇന്നമാ വലിയകുമുല്ലാഹു വറസൂലുഹു വല്ലദീന ആമനു അല്ലദീന യുഖീമൂന അസ്സലാ വയുതൂന അസ്സകാ വഹും റാഖിഊൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. അത് വളരെ കൃത്യമായി അല്ലാഹു പറഞ്ഞു. അവിടെ പറഞ്ഞത് ഇന്നമാ വലിയകുമുല്ലാഹു വറസൂലുഹു, അള്ളയാണ് നിങ്ങളുടെ ഒന്നാമത്തെ മിത്രം. പടച്ചോനാണ് ശരിക്കും നിങ്ങളുടെ ആത്മമിത്രം. പിന്നെ റസൂലാണ്, പിന്നെ വിശ്വാസികളാണ്, നിസ്കാരമുള്ള സകാത്ത് നിർവഹിക്കുന്ന വിശ്വാസികളാണ്. അവരെയാണ് നിങ്ങൾ കൂട്ടുകാരാക്കേണ്ടത്. എന്നിട്ട് താഴെ കുറെ കാര്യങ്ങൾ വിശദീകരിച്ചു. നിങ്ങളെ മതത്തെ തമാശയാക്കുന്ന, മതത്തെ വിനോദമായി കാണുന്ന, ഇസ്ലാമിനെ പരിഹസിക്കുന്ന ആളുകളുടെ കൂടെ നിങ്ങൾ പങ്കെടുക്കില്ലേ? അവർ ബസ് സ്റ്റോപ്പിലിരിക്കും, അവരോടൊപ്പം ഇരിക്കല്ലേ? അവര് മതത്തെ പരിഹസിക്കുമ്പോൾ നിങ്ങൾക്ക് അള്ളാഹിനെ പറ്റി ബോധമാണ്, ഉടനെ വിട്ടോടെയോടുന്നു. അവിടെ എണീനങ്ങൾ പോയിക്ക എന്ന് പറയാം. മുസ്ലിങ്ങളിൽ തന്നെ പലപ്പോഴും നിങ്ങൾ ആലോചിച്ചിട്ട് നിരീശ്വരവാദ, മതനിഷേധ, പ്രവാചക നിന്ദയുടെ എല്ലാ സ്വഭാവമുള്ള രാഷ്ട്രീയ പാർട്ടികളുമായി പോലും മുസ്ലിം ഉമ്മത്തിന്റെ അഗാധ ബന്ധത്തെക്കുറിച്ച് ആലോചിച്ചുകൊണ്ട് അവരാരാ യഥാർത്ഥത്തിൽ? പരലോക നിഷേധികൾ, അള്ളാഹുവിനെ നിഷേധിക്കുന്നവർ, ശുദ്ധമായ കുഫറിലും ശുദ്ധമായ എല്ലാ അരാജകത്വത്തിലുമാണവർ. അവരുടെ പ്രത്യയശാസ്ത്രങ്ങൾ കെട്ടിപ്പടുത്തത് അടിസ്ഥാനപരമായി ഇസ്ലാമിനെ എതിർക്കാനാണ്. അങ്ങനെയുള്ളവരുമായി എനർജി ചെലവഴിക്കുന്നവർ, മണിക്കൂറുകൾ അവരുടെ കൂടെ നിൽക്കുന്നവർ, അതിലെ മെമ്പർമാർ, അതിന് കൊടി പിടിക്കുന്നവർ, അവരോടൊപ്പം പങ്കുവെക്കുന്നവർ, അവരോടൊപ്പം മുദ്രാവാക്യം മുടക്കുന്നവർ. ശരിക്കും ആലോചിക്കണം ഖുർആന്റെ ഈ പരാമർശം. അത് വളരെ ഗൗരവമാണ്. ഇന്നിപ്പോ അതൊന്നും ഇല്ലാതൊക്കെ എല്ലാവരും പറയും. അടിസ്ഥാനം അതാണ്. ദൈവനിഷേധമാണ്, പരലോക നിഷേധമാണ്, പ്രവാചകനെ വിമർശിക്കുന്നവരാണ്. അതിനുവേണ്ടി സെപ്പറേറ്റ് പല ഘടകങ്ങളും രൂപീകരിച്ചവരാണ്. അവർക്ക് ഡയറക്റ്റായും ഇൻഡയറക്റ്റായും സപ്പോർട്ട് നൽകുന്നവരാണ്. അവിടെയാണ് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവർ എത്രത്തോളം സൂക്ഷ്മത പുലർത്തേണ്ടതുണ്ട്. വിശ്വാസികളായ നമ്മളെ ആലോചിച്ചത് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും നല്ല, നിങ്ങൾക്കറിയാം, ഞാൻ അത്ഭുതത്തോടുകൂടെ പറയാൻ ഒന്നും നോക്ക്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു ഏറ്റവും നല്ല സുഹൃത്താരാണ്. ജാഹിലിയ കാലഘട്ടത്തിൽ പോലും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അല്ലേ? അതുകൊണ്ടാണ് നബി ഒരു കാര്യം പറഞ്ഞത്, ജീവിതത്തിലൊരിക്കലും കള്ളം പറയാത്ത ഒരാളുടെ കൂടെ. ഹിദായത്തിന്റെ കാരണം പോലും എന്താണ്? നബിയുടെ വ്യക്തിത്വത്തിന്റെ തേജോമയമായ ജാജുല്യമാനമായ ആ പ്രതിഭ തന്നെയാണ്. നല്ലൊരു കൂട്ടുകാരനുണ്ടായിരുന്നു അബൂബക്കർ സിദ്ദീഖിന്. ആ കൂട്ടുകാരൻ ആരാ? സൂറത്ത് കലമിലെ 4-ാമത്തെ വചനം. അല്ലാഹു റസൂലിനോട് പറയുന്നത് ഏറ്റവും ഉന്നത സ്വഭാവത്തിന്റെ ക്വാളിറ്റിയുടെ മകുടോദാഹരണമാണ് നബിയെ. താങ്കളെ സായി എന്ന് വിളിച്ചാലും, സായി എന്ന് വിളിച്ചാലും, ഭ്രാന്തൻ എന്ന് വിളിച്ചാലും, മജ്നൂൻ എന്ന് വിളിച്ചാലും, നബിയെ ഉള്ളും പുറവും പറയുന്ന സാക്ഷാൽ പ്രപഞ്ചനാഥൻ പറയുന്നത് ഏറ്റവും നല്ല സ്വഭാവത്തിനുടമേ നബിയെ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ ഏറ്റവും നല്ല സുഹൃത്താര, ജീവിതത്തിൽ ഒരിക്കലും ഒരു തിന്മക്കും കൂട്ടു നിൽക്കാത്ത ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി ഏറ്റവും രസം, നബിയോട് ഏറ്റവും അടുത്തുനിന്ന എല്ലാ തിന്മകളിലും ഉണ്ടായിരുന്ന ആ കാലഘട്ടത്തിലെ ജാഹിലിയത്തിലെ കൊട്ടേഷൻ പാർട്ടിയുടെ ഡയറക്ടറായ, നാടിനെ ഉറപ്പിച്ച, വാളുറയിൽ നിന്ന് വാളൂരിയാൽ രക്തം കാണാതെ വാളുറയിലേക്ക് തിരിച്ചു വാള് വെച്ച് പരിചയമില്ലാത്ത ഉമർ ഇബ്നുൽ ഖത്താബ് തന്റെ ഏറ്റവും വലിയ കൂട്ടുകാരനാരാ? നബിയായിരുന്നില്ലേ? മാനവ ചരിത്രത്തിലെ ഈ ഖലീഫമാർ അലിയാര് തങ്ങൾ നബിയുടെ ബെഡിൽ കിടന്ന് വളർന്നു, നബിയോടൊപ്പം കൈപിടിച്ചു വളർന്നു. ഇല്ലേ? ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ ആരാ? അവരൊക്കെ നബിയെ ഏറ്റവും നല്ല സുഹൃത്തായി കണ്ടവർ, നബിയിൽ നിന്നെല്ലാ നന്മകളും പകർന്നൊഴുകിയവർ, അതാവാഹിച്ചെടുത്തവർ. അതുകൊണ്ട് ലോകം കണ്ട ഏറ്റവും നല്ല പുലപ്പാവുമാറ്റങ്ങൾ അവരായി, ഭരണാധികാരികൾ അവരായി. 20 ഭൗതിക സാമ്രാജ്യങ്ങളെയും ഏകാത്മീയ സാമ്രാജ്യത്തെയും ഭരിച്ചപ്പോ ചാണിന് ചാണായി, മുഴത്തിന് മുഴമായി അവരാ നല്ല മനുഷ്യരെ, മുഹമ്മദ് നബിയെ അവരനുകരിച്ചു. അതുകൊണ്ട് അവർക്ക് നല്ല മാതൃകകളാകാൻ കഴിയുന്നു. അല്ലേ? ആലോചിച്ചു നോക്ക് നിങ്ങൾ. നിങ്ങൾ എന്നെ ആലോചിച്ചൊക്കെ APJ അബ്ദുൽ കലാം സാന്ദർഭികമായി ധരിക്കണം, എന്നോട് നിങ്ങൾക്ക് സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾ അവധി പ്രഖ്യാപിക്കാതെ ആ ദിനം വർക്കിംഗ് ഡേ ആക്കണമെന്ന് പറഞ്ഞു അദ്ദേഹം. അദ്ദേഹത്തോട് സ്നേഹമുള്ളവർക്ക് അത് ചെയ്തു. ആരെ സ്നേഹിക്കുന്നുവോ അവരുടെ ചര്യ പിൻപറ്റാൻ മനുഷ്യരൊരു ഇഷ്ടമുണ്ടാവും. അപ്പൊ നമ്മുടെ സുഹൃത്തുക്കൾ ആരാകണം? ഇനി നമ്മുടെ ചെറിയ കുട്ടികളെല്ലാവരും ആലോചിച്ചൊക്കെ നമ്മുടെ ഏറ്റവും വലിയ സുഹൃത്തുക്കൾ ആരാ? നന്മ എന്താ അവരുടെ നന്മ? ആലോചിച്ചിട്ടുണ്ട് എപ്പോഴെങ്കിലും? എന്താ അവരുടെ നന്മ? എന്താ അവരുടെ ക്വാളിറ്റി?
നിങ്ങൾ ചിന്തിച്ചു എന്താ അവർക്കുള്ള ക്വാളിറ്റി? അള്ളാഹുവിൽ വിശ്വാസമുണ്ടോ? റസൂലിൽ വിശ്വാസമുണ്ടോ? മരണാനന്തര ജീവിതത്തിൽ വിശ്വാസമുണ്ടോ? നിസ്കരിക്കോ? നോമ്പോലിക്കോ? നന്മയുണ്ടോ? എന്താ ഉള്ളത്? ഒന്നുമില്ല. സർവത്ര നമ്മൾ ചൂഷണം ചെയ്ത് നശിപ്പിക്കുകയും മുസ്ലിം സമുദായം പല തിന്മകളും ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവരെല്ലാവരും അതിന് വരുന്നൊരു കാലഘട്ടം എന്ന് പറയുന്നത് ഞങ്ങൾ ശരിക്കും മുസ്ലിങ്ങൾ എല്ലാ അർത്ഥത്തിലും ഇസ്ലാമിനെ എതിർക്കുന്നവരായി തീരണം. നിലവിളക്ക് വിവാദം പോലെയുള്ള കാര്യങ്ങൾ സൂക്ഷ്മമായി നിങ്ങൾ പരിശോധിച്ച് നോക്കുക. നമ്മളുമായി ബന്ധപ്പെട്ട ചർച്ചകൾ എന്താ നടക്കുന്നത്? ഇതെല്ലാം ശിരോവസ്ത്രമായിരുന്നാലും എന്തായിരുന്നാലും അതെല്ലാം നമ്മുടെ ഇസ്ലാം അല്ലാതാവണം. നിങ്ങൾ മുസ്ലിങ്ങളായതിൽ അവർ അസൂയ വെക്കുന്നു. ചില ടൈമിലെങ്കിലും ഞങ്ങൾ മുസ്ലിങ്ങളായിരുന്നെങ്കിൽ എന്നവർ കൊതിച്ചു പോവുകയും ചെയ്യുന്നു എന്നും ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്കൊരു ഐഡന്റിറ്റി ഉണ്ട്, നമുക്കൊരു സംസ്കാരമുണ്ട്, നമുക്കൊരു മേന്മയുണ്ട്. ആ മേന്മ നിലനിർത്തി കാണാൻ ഒരു വിശ്വാസി കുതിക്കണം. അതിന് ഏറ്റവും ബെറ്റർ എന്താക്കും? മദീനയിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അനുയായികളും കടന്നു വന്നു. മുഹാജിറുകളുമായ അൻസാറുകളെ ഏറ്റവും ഇന്റിമേറ്റ് ഫ്രണ്ടുകളാക്കി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നാക്കുന്ന സുഹൃത്ത് നബി തെരഞ്ഞെടുത്തു കൊടുത്ത ഒരു സുഹൃത്തും അപകടകാരിയായിരുന്നില്ല. നബി തെരഞ്ഞെടുത്തു കൊടുത്ത ഏതൊരു സുഹൃത്തും പരസ്പരം സ്വർഗത്തിലേക്ക് സഹായിച്ചു. അതുകൊണ്ടല്ലേ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഖിലാഫത്തിന്റെ അവസാനഘട്ടം, അവസാന ദിനങ്ങൾ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു വിളിച്ചിട്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഉമറേ, വിശ്വാസികൾ സൂക്ഷിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് ഉമറേ, ഞാനത് താങ്കളോട് പറയുകയാണ്. ഉമറേ, രാത്രി ചെയ്യേണ്ട കുറെ കാര്യങ്ങളുണ്ട് ഉമറേ, രാത്രി ചെയ്യേണ്ട കുറെ കാര്യങ്ങളുണ്ട് ഉമറേ, അത് പകലിലേക്ക് മാറ്റിവെക്കരുതേ ഉമറേ. പകല് ചെയ്യേണ്ട കുറെ കാര്യങ്ങളുണ്ട് ഉമറേ, അത് രാത്രിയിലേക്ക് മാറ്റിവെക്കരുതേ ഉമറേ. അല്ലാഹുവിന്റെ ഖുർആൻ വായിച്ചിട്ടില്ലേ ഉമറേ? നരകത്തെ കുറിച്ച് പറയുക, നരകത്തിന്റെ അഖിലുകാരുടെ ദുർഗുണങ്ങളെ പറ്റി പറയുക, സ്വർഗത്തെ പറ്റി പരാമർശിക്കുക, സ്വർഗത്തിന്റെ അഖിലുകാരുടെ ക്വാളിറ്റി വിശദീകരിക്കുക. അത് താങ്കൾ ഖുർആനിൽ കണ്ടിട്ടില്ല ഉമറേ. മുഴുവൻ സത്താബുകളുടെ കണ്ണുകൾ ഈർന്നടിഞ്ഞു. അവർ പരസ്പരം ഉപദേശിച്ചു. والمؤمنون والمؤمنات بعضهم أولياء بعض يأمرون بالمعروف وينهون عن المنكر. സൂറത്ത് തൗബയിലെ 21-ാം സത്യവിശ്വാസികളും വിശ്വാസിനികളും പരസ്പരം മിത്രങ്ങളാണ്. അപ്പോ ആമിനത്താന്റെ കൂട്ടുകാരി സുബൈദ ആരാവണം? അവൾ ഇസ്ലാമിക വേഷം ധരിക്കുന്നവളാകണം, അവൾ ഖുർആൻ പഠിക്കുന്നവളാകണം, അവൾ ശിർക്കിൽ നിന്ന് മോചിതയാവണം, അവൾ അന്ധവിശ്വാസത്തിൽ നിന്ന് മോചിതയാവണം. ഫുൾടൈം സീരിയലിന്റെയും സിനിമയുടെയും മുമ്പിലും ഗാനമേലുണ്ടായ അതിന്റെ മുമ്പിലും എല്ലാം നശിപ്പിച്ച് കളയുന്ന ഒരു പെണ്ണാകരുത്, ഉപദേശിക്കുന്നവളാകണം. അമിന, നിന്റെ ഈ പോക്ക് അപകടമാണ് എന്ന് പറയുന്ന നല്ലൊരു കൂട്ടുകാരി ഉണ്ടാവണം. സുബൈദയെ, നിന്റെ ഈ പോക്ക് അപകടമാണ്, നിന്നെ ഞാൻ സ്നേഹിച്ചതും കൂട്ടുകാരനാക്കിയതും ഇതിനല്ല. എന്ന് പറയുന്ന ഒരവസ്ഥാവിശേഷം ഉണ്ടാകണം. പിന്നെ കൂട്ടുകാരിൽ സാധുക്കൽപ്പിന്റെ പാഠം അതാണ്. ഈ പാഠം ഉൾക്കൊണ്ടുകൊണ്ട് സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, ഒരു നല്ല കൂട്ടുകെട്ട്, ദീനിയായ ഒരു നല്ല കൂട്ടുകെട്ട്, നമ്മുടെ ഏത് നീക്കത്തെയും നിരീക്ഷിക്കുന്ന നല്ലൊരു കൂട്ടുകാരൻ. എടാ, ഇന്നത് ചെയ്താൽ അതിൽ നിനക്ക് ഇന്ന് അപകടമുണ്ട്, നീ ഇന്നത് ചെയ്താൽ നിനക്കതിൽ ഇന്ന് അപകടമുണ്ട് എന്ന് ഖുർആനും ഹദീസും ഉദ്ധരിച്ച്, ചരിത്രം ഉദ്ധരിച്ച് മാതൃകയാകാൻ, എല്ലാവരൊക്കെ ആത്മാർത്ഥമായി സ്നേഹിക്കാൻ, അവന്റെ ഭൗതികമായ നേട്ടങ്ങൾക്കപ്പുറത്ത് അവനെ സ്വർഗത്തിൽ ഞങ്ങൾ ഒന്നിച്ചു പോകണമെന്ന നിയ്യത്ത് വെച്ചുകൊണ്ട് പരസ്പരം സ്നേഹിക്കുന്ന നല്ലൊരു കൂട്ടുകെട്ടുണ്ടാവണം. സർവശക്തനായ പ്രപഞ്ചനാഥൻ അതിനെ തോഫീക്ക് ചെയ്യുമാറാകട്ടെ. الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين. أما بعد، اتقوا الله عباد الله، أوصيكم وإياي ثانيا بتقوى الله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ഒരിക്കൽ കൂടി അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കാൻ ഓർമ്മപ്പെടുത്തുകയാണ്. അക്രമികളായ ആളുകൾ കൈകടിക്കുന്നത് അതായത് യഖൂലു യാ ലൈതനി ഇത്തഖദതു മഅ റസൂലി സബീല യാ വൈലതാ ലൈതനി ലം അത്തഖദ ഫുലാനൻ ഖലീല. ആ ആയത്ത് ഒരിക്കലും മറക്കരുത്. സൂറത്തുൽ ഫുർഖാനിലാണ് 25-ാം അധ്യായം 27, 28, 29 വചനം. ഞാൻ ഇവിടെ ഇരിക്കുന്ന ചെറുപ്പക്കാരോട്, യുവാക്കളോട് വളരെ ഗൗരവമായി പറയുന്ന ആയത്തെന്താ? അക്രമികൾ കൈകടിക്കുന്ന ദിവസം നരകത്തിലേക്ക് പോകണം.
അവിടെ അവരുടെ വിലാപം എന്താണെന്നറിയോ? അള്ളാഹുവിന്റെ റസൂലിന്റെ സുന്നത്തനുസരിച്ചിരുന്നുവെങ്കിൽ, നബിയെ ഞങ്ങൾ ഇത്തിബാ ചെയ്തിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നേനെ. രണ്ടാമത്തെ വിലാപം എന്തറിയോ? യാ വൈലതാ ലൈതനി ലമ്മ തഖദ ഫുലാനൻ ഖലീലാ. എന്റെ നാശമേ, ഭൂമിയിൽ ഞാൻ തിരഞ്ഞെടുത്ത എന്റെ കൂട്ടുകാരൻ മോശമായിപ്പോയല്ലോ, എന്റെ ചങ്ങാതി മോശമായി പോയല്ലോ, ഞാനെന്ന ചങ്ങാതിയെ തിരഞ്ഞെടുത്തത് കൊണ്ടാണല്ലോ പടച്ചോനേ എനിക്ക് നരകത്ത് പോകേണ്ടി വന്നത് എന്ന് മനുഷ്യർ വിലപിക്കുമെന്ന് റഹ്മാനായ അല്ലാത്തൊരു വാക്കല്ലേ? യാ വൈലതാ ലൈതനി ലമ്മ തഖദ ഫുലാനൻ ഖലീലാ. ചിലപ്പോൾ നല്ല മനുഷ്യന്മാരെ നമ്മൾ വെറുത്തിട്ടുണ്ടാവും. നല്ലതൊക്കെ പറഞ്ഞു നിര്യാണ്ട മൂട് തുണിയെടുക്കണം പോലെ, നിസ്കരിക്കണം പോലെ, അല്ലല്ലാത്തവർ വിളിച്ച് പ്രാർത്ഥിക്കുന്ന പോലെ, ഈ സൂന്യാസവും ഈ വ്യഭിചാരവും ഈ പെണ്ണെ ചുറ്റിലിടുന്നു ശരിയല്ല എന്ന് പറഞ്ഞപ്പോൾ ഓനെ വെറുത്തിട്ടുണ്ടാവും ഒരു കാലഘട്ടത്തിൽ. അന്ന് അതിലേക്കൊക്കെ ക്ഷണിച്ച് സൗകര്യം ചെയ്തെന്നതിനോട് വലിയ കൂട്ടായിരിക്കും. പക്ഷെ മത്സരയിൽ മനുഷ്യൻ വിലപിക്കുന്നുണ്ടറിയുമോ? ഞാൻ ആ വൃത്തികെട്ടവന്റെ കൂടെ വിളിച്ചപ്പോൾ പോയി, ഇടവക്കത്ത് നിന്ന് എന്നോട് ഇന്ന സുഹൃത്തിന്റെ കൂട്ടുകാരൻ ആത്മാർത്ഥ ചെയ്ത് പറഞ്ഞിരുന്നു, പോയല്ലടാ, പോരുത്, ആ ടൂർ പോയത് എനിക്ക് കണ്ടു തരാനാ, എന്നെ കുടിപ്പിക്കാനാ, അവൻ എന്നെ കുടിപ്പിക്കും, ഇപ്പഴക്കും എന്നൊക്കെ പറഞ്ഞിരുന്നു, കേട്ടില്ല. അപ്പൊ പരലോകത്ത് വിലാപന്ന ഞാൻ ആ വൃത്തികെട്ടവനെ കൂട്ടുകാരനായി സ്വീകരിച്ചത് കൊണ്ടാണല്ല ഞാൻ നരകത്തിൽ പോയത്. എന്നിട്ട് അടുത്ത വാചകം എന്നറിയുന്നത് ലക്കത് അതല്ലനീ അനിയത്തിക്ക്. എനിക്ക് ഉത്ബോധനം കിട്ടിയിരുന്നു. ഞാൻ എന്താ പറഞ്ഞില്ലേ, എനിക്ക് ഉത്ബോധനം കിട്ടിയിരുന്നു, പറഞ്ഞു തന്നിരുന്നു, ഓന്റെ കൂട്ടിട്ട് ശരിയല്ലെങ്കിൽ ഓന്റെ കൂടെ പോരുത്, ഇന്റെ കൂടെ നിന്ന് എന്നെ ഞാൻ നല്ലതിലേക്ക് വൈകാണിക്കാം എന്ന് പറഞ്ഞപ്പോ അത് വല്ലാത്തൊരു ആശയാണത്. ലക്കത് അതല്ലനീ അനിയത്തിക്ക്, എനിക്ക് ഉത്ബോധനമൊക്കെ വന്നിരുന്നു, അതിനൊക്കെ തെറ്റിച്ചിന്റെ കൂട്ടുകാരനെ കൊണ്ടുപോയി കളഞ്ഞു. കൂട്ടുകാരെ തെരഞ്ഞെടുക്കുക നിയമം. ഏറ്റവും നല്ല സ്വർഗത്തിലേക്ക് നമുക്ക് വഴി കാണിക്കുന്ന നല്ലൊരു സുഹൃത്തിനെ, കൂട്ടുകാരിയെ തെരഞ്ഞെടുക്കുക. ഇത് നിങ്ങൾ ജനങ്ങളോടൊക്കെ പറയും. ഇന്ന് ചെന്നിട്ട് വൃത്തികെട്ട കൂട്ടുകാരനുള്ള ആരെങ്കിലും ഇവിടെ ഉണ്ടോ? വൃത്തികെട്ട കൂട്ടുകാരിയുള്ള ആരെങ്കിലും ഇവിടെ ഉണ്ടോ? ഉണ്ടെങ്കിൽ അവരോട് പറയാ, നിങ്ങളുമായി ഞാൻ വിട പറഞ്ഞിരിക്കുന്നു, ഖാലു സലാമാ, നിങ്ങളോട് ഞാൻ വിട പറഞ്ഞിരിക്കുന്നു, ഇന്ന് മുതൽ ഞാൻ നിന്റെ കൂടെയില്ല, നീ എന്റെ ആത്മമിത്രമല്ല, നീ എന്നെ ക്ഷണിക്കുന്നത് തിന്മയിലേക്കാണ്, ഞാനില്ല. എന്നിട്ട് അന്ന് വെറുത്തുപോയ എന്ന് പറഞ്ഞ ആട്ടിവിട്ടല്ലോ ഒരു കൂട്ടുകാരനെ, നല്ലൊരു സുഹൃത്തിനെ, സ്വർഗത്തിന്റെ വഴി പറഞ്ഞു എന്ന അവനെ പോയിട്ട് സലാം പറഞ്ഞവരോട് മാപ്പ് പറഞ്ഞ് നീയാണ് എന്റെ ആത്മമിത്രം എന്ന് പറയാൻ ഈമാനുള്ളവർക്ക് സാധിക്കുമെങ്കിൽ ഇന്നത്തെ ഖുതുബ പൂർത്തീകരിക്കും. അല്ലാഹുവിൽ ഖബൂൽ ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുക. ജീവിതത്തിലുടനീളം സഹോദരങ്ങളെ, ഏറ്റവും മഹത്വമേറിയ ഒരു മതത്തിന്റെ അനുയായികൾ, നീതിയും ന്യായവും ഏറ്റവും വലിയ മുഖമുദ്രയായി മാറിയ ഒരു മഹാമതത്തിന്റെ അനുയായികൾക്ക് ന്യൂനതകൾ സംഭവിക്കാൻ പാടില്ല. ചിന്ത കൊണ്ടും ധ്യാനം കൊണ്ടും നന്മ കൊണ്ടും ലോകത്തെ ഉദ്ദീപിപ്പിക്കുന്ന മഹത്തായ ചാലകശക്തിയുടെ ഇസ്ലാം എന്ന സ്രോതസ്സിന്റെ മാനവ ചരിത്രത്തിൽ പരിവർത്തനത്തിന്റെ മഹാപടപ്പാട്ട് പാടിയ ദിവ്യഗ്രന്ഥത്തിന്റെ പ്രോക്ഷതമായ വഴിത്താരകളിൽ സഞ്ചരിക്കേണ്ട ഒരു ഉമ്മത്ത് ചിത്രീകരിക്കുന്നു. നല്ലതിനെ കുറിച്ച് ചിന്തിക്കുകയും നല്ലതിനെ കുറിച്ച് പഠിക്കുകയും നല്ലതിനു വേണ്ടി സംസാരിക്കുകയും നല്ല കാര്യങ്ങളിലേക്ക് വ്യാപൃതരാകുകയും മുന്നേറുകയും ഇനി സമയമില്ല, മരണം എപ്പോൾ വന്നാലും ഞാൻ റെഡി എന്ന് പറയാൻ സമൂഹത്തില്ല വാണ്ടും മുസ്ലിങ്ങളായിട്ടില്ലാതെ നിങ്ങൾ മരിക്കരുത് എന്ന ആ മഹത്വജനത്തിന്റെ സുഹൃത്താരങ്ങളാലുണ്ട് വചനത്തിന്റെ ആ മാസം ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകാൻ അല്ലാഹു നമുക്ക് തോന്നിയിരിക്കുന്നതാണ്. എല്ലാവിധ തിന്മകളിൽ നിന്നും അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. മഹ്ശറിൽ എരിപൊരുകൊള്ളുന്ന വെയിലത്ത് അർശിന്റെ സകൽ നൽകി അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. സത്യത്തിന്റെ സത്തരത്തിലൂടെ സഞ്ചരിച്ചു ഈമാനിക ചൈതന്യത്തോടെ തിരിച്ചു അല്ലാഹുവിന്റെ കോടതിയിൽ ഏറ്റവും എളുപ്പത്തിൽ വിചാരണ നേരിട്ട് സ്വർഗകവാടങ്ങൾ കടന്നു പോകുന്ന മുത്തക്കികളിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. സ്വർഗത്തിന്റെ 8 വാതിലുകളിലൂടെ കടന്നു പോകാൻ യോഗ്യത നേടാൻ അത് സാധിക്കുന്ന മഹാസാഹികന്മാരിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഖുർആനും പ്രവാചക തിരുമേനിയുടെ വചന സാഗരങ്ങളും എല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് അതിലെ നന്മകളെ സ്വീകരിച്ച് ഏറ്റവും നല്ല മാതൃകകളായി ജീവിക്കാൻ അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ.
ഖുർആൻ അവതരിക്കുന്നത് കണ്ടു, പ്രവാചകനിലൂടെ മുഅ്ജിസത്തുകളെ കണ്ടു, ഏറ്റവും ധന്യമായ ജീവിതം നയിച്ച മാതൃകായോഗ്യരായ സഹാബത്തിന്റെ സത്പഥങ്ങളിലൂടെ സഞ്ചരിക്കാൻ, അതിനെ മുറുകെ പിടിക്കാൻ, പ്രഥമ പ്രബോധിത സമൂഹത്തിന്റെ വഴിധാരകളെ നെഞ്ചകത്തേറ്റാൻ അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. നാളെ മഹ്ശറിൽ എരിപുരുകൊള്ളുന്ന വെയിലത്ത് അർശിന്റെ തനം നൽകി അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. സാമ്പത്തികവും ദാമ്പത്തികവുമായ മേഖലകളിൽ സൂക്ഷ്മത പുലർത്താൻ അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. വിശ്വാസ കർമ്മ ആചാരരംഗങ്ങളിൽ സൂക്ഷ്മത പുലർത്താൻ അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. മാതാപിതാക്കളോട് ഏറ്റവും നന്നായി പെരുമാറുന്ന മക്കളിൽ അല്ലാഹു നമ്മെ ഉൾച്ചേർക്കുമാറാകട്ടെ. മക്കളോട് ഏറ്റവും മാന്യവും കാരുണ്യവുമായി പെരുമാറുന്ന പിതാക്കന്മാരിലും അല്ലാഹു നമ്മെ ഉൾച്ചേർക്കുമാറാകട്ടെ. അയൽവാസികളോടും ഇതര മതവിഭാഗങ്ങളോടും അല്ലാഹു പറഞ്ഞ പോലെ, റസൂൽ പഠിപ്പിച്ച പോലെ പെരുമാറാൻ നമുക്ക് സാധിക്കുമാറാകട്ടെ. മാരകമായ രോഗങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവർക്ക് അല്ലാഹു സത്തരം ശിഫ നൽകുമാറാകട്ടെ. നമ്മളിൽ നിന്ന് മരിച്ചുപോയ മുവഹിദുകൾക്ക് അല്ലാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളിൽ നിന്ന് വിട പറഞ്ഞു പോയ ആളുകൾക്ക് അല്ലാഹു ഖബർ വിശാലമാക്കി നൽകുമാറാകട്ടെ. സ്വർഗത്തിന്റെ അനുഭൂതികൾ രാവിലും പകലിലും ആസ്വദിക്കുന്ന മഹാന്മാരിൽ അവരെ അല്ലാഹു ഉൾച്ചേർക്കുമാറാകട്ടെ. തൗഹീദ് കൊണ്ട് ധന്യമായ ജീവിതം നയിക്കാൻ അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. കുഫറിൽ നിന്നും നിഫാഖിൽ നിന്നും അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء والأموات. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. اللهم يا مقلب القلوب ثبت قلوبنا على دينك. اللهم يا مقلب القلوب ثبت قلوبنا على دينك. اللهم يا مقلب القلوب ثبت قلوبنا على دينك. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك يا أرحم